യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ ഒരുങ്ങുന്ന എല്ലാ അവസരത്തെയും സമയത്തെയും ഓർത്ത് നന്ദി പറയാം. ഇന്നലെ മുതൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഒരുപാട് പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേരിട്ട് ഇവിടെ വന്ന് എഴുതി തന്നവരും വീട്ടിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറും. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട ആനന്ദമുള്ള നിമിഷങ്ങൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. ഈ ഒരു മാസം ഇന്നലെ മുതൽ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്, വിവിധ ഇൻ്റർവ്യൂ പാസ്സാകാൻ ശ്രമിക്കുന്നവരുണ്ട്, ഭാഷ പഠിക്കുന്നവരുണ്ട്. എല്ലാ ദേശത്തുള്ളവരെയും ഇവിടെയുള്ള ലഭിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ആരുടെയൊക്കെ പേരുകൾ, ആവശ്യങ്ങൾ, നിയോഗങ്ങൾ സമർപ്പിച്ചാണോ പ്രാർത്ഥിക്കുന്നത് അവരെയെല്ലാം അങ്ങ് കരം നീട്ടി തൊടണമേ. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവ വെളിച്ചം ചെല്ലണമേ. അവർക്ക് ബുദ്ധിയും ശക്തിയും കഴിവും സാമർഥ്യവും ധൈര്യവും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളിൽ സാമർഥ്യവും കഴിവും അനുഗ്രഹങ്ങളും കൊടുക്കണമേ. വിജയിച്ച് കയറി വരാനുള്ള വലിയ ദൈവാഭാഗ്യം, അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ നമ്മൾ ഈ വചനം കേൾക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. ആ വാക്യം വായിക്കുന്നത് ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറയുന്ന വചനമാണെങ്കിലും ഈ വചനത്തിനകത്ത് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാനുണ്ട്. ഒരുപക്ഷെ ഇത് കുട്ടികളോട് മാത്രമല്ല, മാതാപിതാക്കൾക്ക് കൂടിയുള്ള ഒരു അനുഗ്രഹമുള്ള വചനമാണ്. വായിക്കുകയാണ്. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. ഹേറോദോസ് ജ്ഞാനികളോട് പറയുവാണ്, ശിശുവിനെ നിങ്ങൾ ചെന്ന് കണ്ട് എന്നോടും കൂടെ തിരിച്ചു വന്ന് വിവരം പറയണം, എനിക്കും പോയി ആരാധിക്കണം. ശരിക്കും ഈ ഹേറോദോസിൻ്റെ ഉദ്ദേശം ശരിയല്ല. ഇവിടെ ഞാൻ നിങ്ങളോട് ഈ വചനം പറഞ്ഞത് നല്ല വാക്ക്, നമ്മളോട് സ്നേഹമുള്ളതുപോലെ, നമ്മളോട് കരുതലുള്ളതുപോലെ ഭയങ്കര വാക്കുകൾ പറഞ്ഞ് നമ്മളെ ചതിക്കുന്നവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം. സ്നേഹത്തോടെ കൂടെ നിന്ന് ചതിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇത് ജ്ഞാനികൾക്ക് കിട്ടി. അത് പറയാനാണ്. ഹേറോദോസ് പറഞ്ഞതെന്താ? എനിക്കും ചെന്ന് ആരാധിക്കണം. നിങ്ങൾ ശിശുവിനെ കണ്ട് ആരാധിച്ചതിന് ശേഷം എന്നോടും കൂടെ വന്ന് പറയണം, എനിക്കും പോയി ആരാധിക്കണം. കേട്ടാൽ എന്ത് നല്ല വാക്കാണ്, നല്ല കാര്യമല്ലേ? പക്ഷെ അതിനകത്തൊരു ചതി ഉണ്ടായിരുന്നു ഹേറോദോസിന്. 11-ാമത്തെ വാക്യം, അവർ ഭവനത്തിൽ പ്രവേശിച്ച്, ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. അടുത്ത ഭാഗം, ഹേറോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി. അവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങിയപ്പോൾ അവർക്ക് നല്ലൊരു തിരിച്ചറിവ് കിട്ടി, ഒരു മുന്നറിവ് കിട്ടി.
ആ വാക്ക് മറക്കരുത്. മുന്നറിവ്. എപ്പോഴാണ് അവർക്ക് കിട്ടിയത്? കൊട്ടാരത്തിൽ വച്ചല്ല അവർക്ക് കിട്ടിയത്, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് കിട്ടിയത് മുന്നറിവ്. എന്ത് മുന്നറിവ്? നേരെ തിരിച്ച് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാൽ അത് അപകടമാണ്, പുള്ളിയുടെ ഉള്ളിലിരിപ്പ് ശരിയല്ല, ചതിയുള്ളൊരു ചിന്തയുണ്ട്, ചതിയുള്ളൊരു മനസ്സുണ്ട്, ആരാധിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞങ്ങളോട് തിരിച്ച് ചെന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞത് എന്നവർക്ക് മുന്നറിവ് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മാസം പ്രാർത്ഥിക്കുന്നത്? മുന്നറിവ് കിട്ടാൻ, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും കിട്ടാൻ, ചതി മനസ്സിലാക്കാൻ. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളങ്ങ് അന്ധമായി വിശ്വസിക്കും, ഭയങ്കരമായി സ്നേഹിക്കും, ഇത്രയും നല്ലൊരാൾ ഈ ലോകത്തിലില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ പിന്നീട് കുറേ കഴിയുമ്പോൾ അറിയും, ഇതൊരു ചതിയായിരുന്നല്ലോ, ഇത് ഭയങ്കര ചതിയിലാണല്ലോ ഞാൻ ചെന്ന് പെട്ടത്. ഈ ജ്ഞാനികൾ കൊട്ടാരത്തിൽ, അവർ ജ്ഞാനികളാണ്, സമൂഹത്തിലും രാജ്യത്തിലും വിലയുള്ളവരാ. കൊട്ടാരത്തിൽ വച്ചല്ല മുന്നറിവ് കിട്ടിയത്, ആരാധനയ്ക്ക് ശേഷമാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റൊരു വഴിയെ തിരിച്ചു പോയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മാസം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുന്നറിവ് കിട്ടണം, നല്ല ബോധ്യങ്ങൾ വേണം, നല്ല സ്വഭാവം വളരണം, നല്ല ബന്ധങ്ങളുണ്ടാകണം, സാമർഥ്യമുള്ളവരാകണം, ചില കാര്യങ്ങളിൽ തിരിച്ചറിവ് വേണം, ചതിക്കുന്നവരെ നേരത്തെ പിടികിട്ടാൻ ഉള്ള കഴിവ് വേണം, ദൈവ കഴിവ്. കേവലം 10 മാർക്കിന് വേണ്ടി മാത്രമല്ല ഈ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ, നല്ലൊരു വ്യക്തിത്വമുള്ളവരായി മാറാൻ. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ വളരും, നിങ്ങൾ ശക്തിപ്പെടും, നിങ്ങളൊരു അനുഗ്രഹമായി മാറും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളുണ്ടാവും, ഒരു ചതിയിലും ചെന്ന് ചാടില്ല. നിങ്ങൾക്ക് അന്നേരം പിടികിട്ടും, മനസ്സിൽ പിടികിട്ടും, ഈ ഉള്ളിലിരിപ്പ് ഈ വ്യക്തിയുടെ ശരിയല്ല, ഈ ചതിയാണ്, ഇത് വഞ്ചനയാണ്, അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, നല്ല ഉദ്ദേശമല്ല പുള്ളിയുടെ. ഇതൊക്കെ നമുക്ക് പിടികിട്ടും. ജ്ഞാനികൾക്കിത് മനസ്സിലായി. ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വഴിയെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയും വചനം കേൾക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അവർ സ്കൂള് പഠനം കഴിഞ്ഞ് കോളേജിൽ പോകും, ഹോസ്റ്റലിൽ നിൽക്കും, വേറെ രാജ്യങ്ങളിൽ പോകുമായിരിക്കാം. അവിടെയെല്ലാം പല പല ആളുകളെ കാണും, മിണ്ടും, പരിചയപ്പെടും. അവിടെയൊക്കെ ഒരു മുന്നറിവോടെ, പാകതയോടെ, പക്വതയോടെ, വ്യക്തിത്വത്തോടെ ജീവിക്കാൻ, പെരുമാറാൻ, പ്രവർത്തിക്കാൻ, രക്ഷപ്പെടാൻ ഒരു കഴിവ് വേണമെങ്കിൽ എപ്പോഴാണ് ജ്ഞാനികൾക്ക് ഈ കഴിവ് കിട്ടിയത്? എപ്പോഴാണ് ജ്ഞാനികൾക്ക് ഈ തിരിച്ചറിവ്, മുന്നറിവ് കിട്ടിയത്? ആരാധനയ്ക്ക് ശേഷമാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നല്ല മുന്നറിവുകളെ ദൈവം തരും. ഒരു ചതിയിലും ചെന്ന് ചാടില്ല. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. +1, +2, SSLC, അതുപോലെ മറ്റു പരീക്ഷകൾ, ഇൻ്റർവ്യൂ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഇവർക്ക് പഠിക്കാനുള്ള കഴിവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യവും കുടുംബത്തിന് അതിനെ പറ്റിയ അന്തരീക്ഷം എല്ലാം ഉണ്ടാകട്ടെ. നന്നായിട്ട് പഠിച്ച് നല്ലൊരു വിജയമായി അത് മാറും. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിച്ചതുപോലെ അത് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്ക് കേവലം ഒരു മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകണം. അതിനേക്കാൾ ഉപരിയായി നല്ലൊരു വ്യക്തിത്വമുള്ളവരായി നിങ്ങൾ മാറണം, അനുഗ്രഹമുള്ളവരായി നല്ലപോലെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവ് ഉണ്ടാകണം, പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകണം, ധൈര്യമുള്ളവരാകണം. പേടിച്ച് പുറകോട്ട് പോകുന്നവരാകരുത്, ധൈര്യമുള്ളവരാകണം, സാമർഥ്യമുള്ളവരാകണം, പഠിക്കാൻ കഴിവുള്ളവരായി മാറണം, അനുഗ്രഹമായി മാറണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുടെയൊക്കെ പേരുകൾ ഈ അൾത്താരയിലുണ്ടോ, ആരുടെയൊക്കെ പേരുകൾ അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ഓരോ മകൾക്ക് വേണ്ടി, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുന്നു, ഈ വചനത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ മാസം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ചിലപ്പോൾ കുറവുകളുള്ള കുഞ്ഞുങ്ങളാകാം, ഹോസ്പിറ്റലിലാകാം, ആരോഗ്യ പ്രശ്നമുണ്ടാകാം, പരിക്ക് പറ്റിയിരിക്കുമായിരിക്കാം, പല കാര്യങ്ങളാൽ ഭാരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം.
എന്തുമാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് വരും. അവരുടെ സ്വഭാവത്തിൽ, ഓർമ്മയിൽ, ബുദ്ധിയിൽ, പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടാകും. അവരുടെ ജീവിതത്തെ ബാധിച്ച അഡിക്ഷൻസൊക്കെ മാറി വരും. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകും. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകും. നല്ല വിജയമുണ്ടാകും. കുഞ്ഞുങ്ങൾ ഭവനത്തിൻ്റെ അനുഗ്രഹമായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ആ ദേശത്ത്, ആ നാട്ടിൽ, ആ പ്രിയപ്പെട്ടവരിൽ 10 പേരെങ്കിലും പറയാൻ ഇടവരട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമാണ്. മാതാപിതാക്കളോട് പറയക്ക അത്രയും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലിയുടെയും യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരോടും പറയണം ഈ വചനങ്ങളൊക്കെ കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ഗ്രൂപ്പുകളിലും, പള്ളിയുടെ ഗ്രൂപ്പിലും, ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെയും ഈ വചനങ്ങൾ എത്തിക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുവോ, അംഗീകരിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് തോന്നിക്കുന്നെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഓരോരുത്തരിലും വചനം എത്തിക്കാൻ കഴിയട്ടെ. നാളെയും മുടങ്ങാതെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. 5:30 തന്നെ പറ്റുവാണെങ്കിൽ, ഒക്കുവാണെങ്കിൽ ഒരുമിച്ച് വരണം, പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.